ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ മാസം ക്രിസ്മസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഒക്കെ വന്ന് ജനിക്കുക, ആ ഉണ്ണീശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുക, ഇതാണ് ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം. നമുക്കറിയാം, ഉണ്ണീശോ ലോകത്തിൽ വന്ന് പിറന്നപ്പോൾ ഉണ്ണീശോയെ ഏറ്റവും ആദ്യമായിട്ട് വന്ന് കുമ്പിട്ട് ആരാധിച്ചത് ആട്ടിടയന്മാരാണ്. ഈ ആട്ടിടയന്മാർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇവർ ദാവീദിൻ മഹാരാജാവിന് അവകാശമായി കിട്ടിയ വയലിൽ ആട് മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാരായിരുന്നു. ഇവിടെ അടുത്താണ് മാലാഖ വന്ന് പറയുക, ഇതാ നിങ്ങൾക്കായി രക്ഷകനായി യേശു ജനിച്ചിരിക്കുന്നു. ഈ ആട്ടിടയന്മാരാണ് ഈ വാർത്ത കേട്ട് കാലിത്തൊഴുത്തിൽ വരികയും ഉണ്ണീശോയെയും പരിശുദ്ധ അമ്മയെയും യേശുപിതാവിനെയും കണ്ട് ഉണ്ണീശോയെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തത്. അപ്പം നമുക്കറിയാം, ഈ ആട്ടിടയന്മാർ വെറുതെ എവിടെയെങ്കിലുമൊക്കെ ആട് മേച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടിടയന്മാരായിരുന്നില്ല. നേരെ മറിച്ച് ദാവീദ് മഹാരാജാവിന് അവകാശമായി കിട്ടിയ വയലിൽ ആട് മേച്ചുകൊണ്ടിരുന്നവരാണ്. കാരണം എന്താണ്? ദൈവം ദാവീദ് മഹാരാജാവിന് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മകൻ ലോകരക്ഷകനായി ഈ ഭൂമിയിൽ വന്ന് അവതരിക്കുമ്പോൾ അത് നിൻ്റെ വംശത്തിലും നിൻ്റെ ഗോത്രത്തിലും നിൻ്റെ പട്ടണത്തിലും വന്ന് പിറക്കും. അങ്ങനെ ദാവീദിൻ്റെ പട്ടണത്തിൽ യേശു ജനിച്ചപ്പോൾ അത് ദാവീദിന് അവകാശമായി കിട്ടിയ വയലിൽ ആട് മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്കുമാണ് യേശുവെ ആദ്യമായിട്ട് വന്ന് കുമ്പിട്ട് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ദൈവഭാഗ്യം കൊടുത്തത്. ഇതുപോലെ ദൈവികമായ വാഗ്ദാനങ്ങൾ നമ്മുടെ എല്ലാ കുടുംബത്തിലും നമ്മുടെ മക്കൾക്കും തലമുറകൾക്കുമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഭൗതികമായ കുറേ അനുഗ്രഹങ്ങളും നന്മകളും കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ നിയോഗങ്ങൾ വെക്കേണ്ടത്. നേരെ മറിച്ച് ഇതുപോലെ ദാവീദ് മഹാരാജാവിന് കിട്ടിയതുപോലെ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ അത് കാണുവാനും കേൾക്കുവാനും സ്വന്തമാക്കുവാനും അങ്ങനെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ക്രിസ്മസ് ഈ ക്രിസ്മസിലൂടെ സ്വന്തമാക്കുവാനും ഒക്കെ നമുക്ക് ഉണ്ണീശോയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.